ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശബരിമല വിഷയം വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പോളിംഗ് ശതമാനത്തിലെ വർധനവായിട്ടാണോ അത് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ തവണത്തെ പോളിംഗ് ശതമാനത്തെക്കുറിച്ചാണ് പലരും പലതരത്തിലുള്ള കണക്കുകൂട്ടലുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടി കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണമൊന്നും നടന്നിട്ടില്ല. മാത്രവുമല്ല കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയുള്ള ഈ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വലിയ തോതിലുള്ള മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സ്റ്റുഡൻസ് ധാരാളമായി പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവും, അവരുടെ പേര് അവിടെ ഉണ്ട്, അവർ വല്ലതും വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞതായിരിക്കാം. പക്ഷേ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നല്ല തോന്നുന്നത്, ആളുകൾ ആവേശത്തോടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കേരളത്തിലുള്ള ആളുകൾ ആവേശത്തോടെ ഇറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തരംഗം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു പോളിംഗ് ശതമാനമല്ല ഇത്. പക്ഷേ തരംഗമുണ്ട്, അതൊരു വളരെ നിശബ്ദമായ തരംഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശബരിമല വിഷയം വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പോളിംഗ് ശതമാനത്തിലെ വർധനവായിട്ടാണോ അത് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. ആളുകൾ വോട്ട് ചെയ്യേണ്ട വീട്ടിലിരുന്ന് കളയാമെന്ന് ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടോ, അതല്ല ആളുകൾ ആവേശത്തോടെ വന്ന് കുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആവേശത്തോടെ വന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് BJPക്കും UDFനുമാണ് ഗുണം ചെയ്യുക. ഞാൻ ഒന്നാമത് BJP പറയാൻ കാരണം അത് കുറേ കൂടി ഉപകാരപ്പെടുക, ആ വിഷയം അതിലെ ജനറേഷൻ കുറേ കൂടി നന്നായിട്ട് ഉപകാരപ്പെടുക BJPക്കാണ്. UDF അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ക്യാമ്പയിൻ മെറ്റീരിയലാക്കി ശബരിമല വിഷയത്തെ മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവരൊരു ജാഥ നടത്തി, നേതാക്കളൊന്നും 4 പ്രസ്താവന നടത്തിയെന്നല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള ആ മനസ്സിനേറ്റ മുറിവ് അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ UDFന് സാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനൊരു നമുക്ക് എവിഡൻ്റ് ആയിട്ടുള്ള ഒരു തെളിവ് UDFൻ്റെ പ്രചാരണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് ജനങ്ങളത് മനസ്സിലാക്കി ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കുമായിരിക്കുമെന്ന തോന്നലിനപ്പുറം UDF അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ല. പക്ഷേ BJPക്ക് അതിൻ്റെ ഒരു എഡ്ജ് വരാൻ കാരണം എന്താണ്? BJPയുടെ സംഘപരിവാറിൻ്റെയും പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രചാരണമാണ്. ഇടതനും വലതനും ചേർന്ന് ഞങ്ങളുടെ അമ്പലം കട്ടുമുടിച്ചു. അത് അവർ സമൂഹത്തിൽ നേരത്തെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർക്കായിരിക്കും കൂടുതൽ എഡ്ജ് കിട്ടുക എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അതുകൂടി BJP ഗുണകരമാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോളിംഗ് പെർസെൻറ്റേജ് ഏറ്റവും കുറഞ്ഞിരുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2000 ആണ്ടിലേതാണ്. 66% മറ്റുമാണ് അന്ന് പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ 66% പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു നിശബ്ദ തരംഗം ആഞ്ഞടിക്കുകയും അടുത്ത 2001 അസംബ്ലി ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരികയും ചെയ്തു. 140-100 സീറ്റ് നേടി അധികാരത്തിൽ വന്നു.